പക്ഷെ പോയി ധ്യാനമെല്ലാം കൂടി തിരിച്ചു പോരുമ്പോൾ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ പടിക്ക് വെച്ച് ഒരു മാനസിക രോഗിയായ ഒരപ്പച്ചനെ മുടിയും ഇടയും വളർത്തിയ ഒരപ്പച്ചനെ കണ്ടുമുട്ടാനിടയായി. കണ്ടുമുട്ടി അപ്പച്ചന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞാനും എൻ്റെ 3 മക്കളും കൂടി നടന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പച്ചൻ എൻ്റെ കൂടെ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പച്ചൻ എൻ്റെ കൂടെ പോകുന്നു. അത്രേ ഉണ്ടായുള്ളൂ. അപ്പോൾ അപ്പച്ചൻ കൂടെ വന്നു. അങ്ങനെ ഞാൻ എൻ്റെ മക്കളെ 3 പേരും എൻ്റെ കൂടെ വന്നില്ല, കാരണം പേടിച്ചിട്ട്. അപ്പച്ചൻ്റെ മുടിയും ജടയൊക്കെ വളർത്തിയ രംഗം കണ്ട അങ്ങനെ നമുക്ക് ആർക്കും കൊണ്ടുവരാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. അപ്പോൾ തിരിച്ച് ഞാൻ മക്കളെ ഡിവൈനിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ അപ്പച്ചനെ കൂട്ടിയിട്ട് കൂവപ്പടിയിലേക്ക് വരുന്നത്. കൂവപ്പടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരോടും എന്നെ കളിയാക്കി. മേടിച്ചേച്ചി ഇലക്ഷൻ എന്ന മേടിച്ചേച്ചി ധ്യാനം കൂടാൻ പോയി. ധ്യാനം കൂടി ഭ്രാന്ത് പിടിച്ച് 3 മക്കളെ ഇല്ലാതെ തിരിച്ചു വന്നേക്കാണെന്ന് പറഞ്ഞുള്ള ഒരു പരിഹാസവും ചിരിയൊക്കെയാണ് ഞാൻ കേട്ടത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ അത് ദൈവം എനിക്ക് തന്ന ഒരു വഴിയായിരുന്നു. ആ വഴിയാണ് ഞാൻ തിരഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ 1998 ഈ സ്ഥാപനം എൻ്റെ കോഴി വളർത്തിയ ഷെഡിൻ്റെ ഉള്ളിലാണ്, എൻ്റെ സ്വന്തം ഭവനത്തിലാണ് കയറ്റിക്കൊണ്ട് ചെന്നത്. ആ കോഴി വളർത്തിയ ഒരു ഷെഡാണ് എനിക്കുണ്ടായത്. അതിലാണ് 1998 ജനുവരി 5-ാം തീയതി ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടെ നിന്നാണ് എൻ്റെ ജീവിതം മുന്നോട്ട്. എന്താ പറയണേ, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വഴി തെളിച്ച് ഈശോ എന്നെ കൊണ്ടുപോയ ഒരു വഴിയായിരുന്നു അത്. കാരണം എൻ്റെ 3 കുഞ്ഞുങ്ങളും ഞാനും ഈ പറയുന്ന വന്ന ഒരപ്പച്ചനും, അതായിരുന്നു എൻ്റെ കുടുംബം. ആ അപ്പച്ചനെയും കയ്യിൽ കൂട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞ് അന്ന് തന്നെ ഏതാണ്ട് 7 പേരോളം വന്നു. പിന്നെ അന്ന് മുതൽ അങ്ങനെ ഈ തെരുവിലേക്ക് ഞാൻ ഇറങ്ങി. അതുപോലെ ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥ, ഒന്നുമില്ലായിരുന്നു നമ്മുടെ കയ്യിൽ. അപ്പം ഞാൻ തെരുവിൽ ചെന്നിട്ട് ഓരോ ആൾക്കാരെയും കയ്യിൽ കൂട്ടിപ്പിടിച്ച് അവരെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും. അതുപോലെ ഭക്ഷണ സാധനങ്ങളാണെങ്കിലും വസ്ത്രമാണെങ്കിലും എല്ലാം ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ട് പോയിട്ടാണ് എല്ലാ മനുഷ്യരും എന്നെ സഹായിച്ചുകൊണ്ട് പോകുന്നത്. സമയത്ത് ഏറ്റവും കൂടുതൽ സഹായമായിട്ട് കൂടെ നിന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ എനിക്ക് സഹായമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, എനിക്ക് നമ്മുടെ തോട്ടുപള്ളിയിൽ ഇരുന്ന ഒരു വികാരി അച്ഛനുണ്ടായിരുന്നു, ജോർജ് പുത്തമ്പുര എന്ന് പറഞ്ഞ അച്ഛൻ. അന്ന് അച്ഛനിവിടെ അല്ല, അച്ഛൻ ചേന്നമംഗലത്തായിരുന്നു ഇരുന്നത്. പക്ഷെ അച്ഛൻ്റെ അടുത്ത് ഞാൻ എല്ലാം തുറന്നു പറയായിരുന്നു. പിന്നെ നമ്മുടെ തോട്ടുപള്ളി ഇരുന്ന അന്ന് തോമസ് മേനാച്ചേരി എന്ന് പറഞ്ഞ ഒരു വൈദ്യനുണ്ടായിരുന്നു. ഈ 2 വൈദികരോടും ഞാൻ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കാൻ. അപ്പോൾ ഓരോ ആവശ്യങ്ങളും ഞാൻ അവരുടെ അടുത്ത് പങ്കുവയ്ക്കും. പറയും, നിനക്കെല്ലാം ഈശോ തരും, നീ പേടിക്കണ്ട, നീ മുന്നോട്ട് പോ എന്നുള്ള ഒരു വാക്കാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയത്. എത്ര അവരുടെ മാനസികാവസ്ഥയിലാണെങ്കിലും ഞാൻ ചെന്ന് അവരെ ഒന്ന് കൈ കൊണ്ട് ഒന്ന് പിടിച്ചു, മോളെ ഒന്ന് ഇരിക്കുക, മോനെ ഇരിക്കുമെന്ന് പറഞ്ഞ് അവരോട് സന്തോഷമായിട്ട് പറഞ്ഞു കൊടുത്ത് അവർ വളരെ ശാന്തമായിട്ട് അവിടുന്ന് എനിക്ക് പോകുന്ന പല രംഗങ്ങളും എൻ്റെ ജീവിതത്തിലിട്ടുണ്ടായിട്ടുണ്ട്. സുന്ദരമാക്കുക എന്നുള്ളത് എനിക്ക് മാത്രം ജീവിക്കുമ്പോഴാണ് അത് സുന്ദരമല്ലാത്തത്. എനിക്ക് വേണ്ടി മാത്രം ഞാൻ നന്നാവണം, എനിക്ക് കുറേ സ്വത്ത് വേണം, എൻ്റെ ജീവിതത്തിൽ എല്ലാം നേടണം എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതം മഹാസുന്ദരമാണ്. കാരണം ഈ ലോകത്തിന് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ ആ ലോകം എനിക്ക് വേണ്ടിയും ജീവിക്കും.